ഹായ് ഓൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയാണ്. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ ഇന്നിപ്പം എനിക്ക് നോമ്പാണ്. അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളെല്ലാം കാണിക്കുന്നത് കേട്ടോ. നോമ്പ് എന്ന് പറയുമ്പം റമദാൻ മാസത്തെ കുറച്ച് നോമ്പ് എനിക്ക് വീട്ടിൽ തീർക്കാനുണ്ടായിരുന്നു. കാര്യം ആ സമയത്ത് മോനെ ബ്രസ്റ്റ് ഫീഡെല്ലാം ചെയ്യുന്നതുകൊണ്ട് കുറച്ച് നോമ്പ് വിട്ടിനേനും. അങ്ങനെ അതെല്ലാം വീട്ടിൽ തീർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നോമ്പ് എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരാഴ്ച ആയി. അപ്പോൾ അതിൽ ഏതോ ഒരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് 5:30-ക്കാണ്. ഞാൻ പൊതുവേ 4:30 ആ ഒരു സമയത്ത് അലാറം വെക്കുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ എണീക്കാൻ ലേറ്റായി. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും കുടിക്കാനൊന്നും പറ്റിയിട്ടില്ല. അല്ലെങ്കിലും ഒന്നും ഫുഡൊന്നും കഴിക്കില്ല, വെള്ളം മാത്രം കുടിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ എണീച്ചിട്ട് സുബഹിസ്കാരവും ഓത്തും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് അടുക്കളയിൽ കയറിയിന്. രാവിലെ തന്നെ പണിയൊന്നും എടുക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കയറിയതാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഉറക്കെല്ലാം കഴിഞ്ഞ് എണീച്ചിട്ടാണ് പിന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പം ഇന്ന് ഞാൻ എണീക്കാൻ ഒരു 11-11:30 ആ ഒരു സമയമായിന് കേട്ടോ. കാര്യം മോന് ആ ഒരു സമയമാണ് എണീക്കാൻ. അതുകൊണ്ട് ഞാനും അങ്ങ് ഉറങ്ങി. പിന്നെ ബെഡ് മേക്കിങ്ങും രാവിലത്തെ ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറിയാണ്. അടുക്കളയിൽ കയറിയപാടും പ്ലാന്റ്സ് എല്ലാം ഒന്ന് വാട്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈയിടെ ആയിട്ട് ഞാൻ പ്ലാന്റ്സിനെ കെയർ ചെയ്യലെല്ലാം കുറച്ച് കുറഞ്ഞിന്. അതുകൊണ്ട് തന്നെ ചിലതെല്ലാം വാടിയിട്ടെല്ലാം പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ അടുക്കളയിൽ കയറിയപാടും ഫസ്റ്റ് അപ്പണി അങ്ങ് തീർത്ത്. പിന്നെ ഇനിയിപ്പം കുക്കിങ്ങിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങലാണ്. ഇന്നിപ്പം ഉച്ചക്കത്തേക്ക് ചോറൊന്നും വേണ്ടാന്ന് ഒക്കെ പറഞ്ഞേനു. പിന്നെ എനിക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് എന്താ ആക്കുന്നത് അതെന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോറും കറിയും അങ്ങനെയൊന്നും ആക്കുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് ഈ ചോറൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന്. ഒന്നുമില്ല, ചെറിയൊരു ഡയറ്റ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ചോറാക്കുന്നില്ല. പിന്നെ ഞാൻ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് ഊത്തപ്പാക്കാൻ വേണ്ടിയിട്ട് അരിയെല്ലാം പുറത്തി വെച്ചിന്. പിന്നെ അതെന്നെ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതിന് കറിയായിട്ട് വെജിറ്റബിൾ സ്റ്റ്യൂ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മുറിച്ചിടലാണ്. ഇതിപ്പം കുറേ വെജിറ്റബിൾസ് ഒന്നും ഇല്ല, എൻ്റെ കയ്യിലുള്ള വെച്ചിട്ട് ഞാനങ്ങ് ഒപ്പിച്ചിട്ടാക്കുന്നതാണ്. പിന്നെ ചെറിയൊരു രീതിക്ക് ഈ ഒരു സ്റ്റ്യൂവിൻ്റെ റെസിപ്പി ഞാൻ പറയുന്നുണ്ട്. ഞാൻ ആക്കുന്ന ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. പിന്നെ വെജിറ്റബിൾസ് എല്ലാം മുറിച്ചതിൻ്റെ പിന്നെ ഞാൻ മോനിക്കുള്ള കഞ്ഞി ആക്കി എടുക്കലാണ്. പിന്നെ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും എപ്പോഴും കഞ്ഞി തന്നെയാണോ കൊടുക്കലെന്ന്. എനിക്ക് ഈ കഞ്ഞി തന്നെയാണ് മെയിനായിട്ട് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ കഞ്ഞി പിന്നെ ഓട്സ് തന്നെയാണ് അവൻ്റെ മെയിൻ ഫുഡ്. വേറൊന്നും ഓനെ കൊണ്ട് തീറ്റിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കഞ്ഞിയിൽ തന്നെ ഇങ്ങനെ ബീട്രൂട്ട് അതുപോലെ ക്യാരറ്റ് അങ്ങനത്തെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആയിട്ട് ഇട്ടിട്ട് കൊടുക്കലാണ്. അങ്ങനെ മോനിക്കുള്ള ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പം കഞ്ഞിയിൽ ക്യാരറ്റ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റ്യൂ ആക്കാൻ തുടങ്ങിയതിന് അതിലേക്ക് ഒരു സ്പൂൺ ഓയിലും പിന്നെ ഒരു സ്പൂൺ ഗീയാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിന്. ഞാനിപ്പോൾ വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 2 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ മുറിച്ച് വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് ഏത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതെടുക്കുക. പിന്നെ കുറച്ചധികം വെജിറ്റബിൾസ് ഇട്ടാൽ അത്രയും ടേസ്റ്റാണ്. ഞാൻ പിന്നെ ഒപ്പിച്ചിട്ട് ഇടുള്ളത് വെച്ചിട്ട് അങ്ങനെ ആക്കുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഗരം മസാലപ്പൊടിയും പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്.
പിന്നെ ഇതാ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറൊന്ന് അടിച്ചിട്ട് ഒരു വിസിൽ വേവിച്ചെടുക്കുക. അതാടുന്നാകുമ്പോഴത്തേക്ക് ഞാനിതാ സമൂസക്കുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കലാണ്. വെജിറ്റബിൾസ് എന്ന് പറയാനൊന്നുമില്ല, ഉള്ളി, പച്ചമുളക്, പിന്നെ ഒരു ഇല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ഒന്ന് വേവിക്കാൻ വെച്ചിന് കേട്ടോ. അങ്ങനെ അതെല്ലാം മുറിക്കുമ്പോഴത്തേക്ക് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിനേനു. ഇനിയിപ്പോൾ ഇതിലേക്ക് അരപ്പൊഴിക്കണം. അതായത് തേങ്ങയും പിന്നെ ആദ്യം ഞാൻ കുറച്ച് കാഷ്യൂസ് സോക്ക് ചെയ്ത് വെച്ചിനേനു. അതും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിന്. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് മേലേലിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോൻ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇട്ടിട്ട് അങ്ങ് പോയതാണ്. പിന്നെ ഇതാ ഊത്തപ്പത്തിനുള്ള മിക്സ് ഞാൻ തലേന്ന് രാത്രി തന്നെ അരച്ച് വെച്ചിനേനു കേട്ടോ. കറിയുടെ തണുപ്പായതുകൊണ്ട് തന്നെ ഇത് പൊന്തി വരാൻ കുറച്ചധികം സമയമെടുക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഓവർനൈറ്റ് അരച്ച് വെച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്. പിന്നെ ഞാൻ പൊതുവേ ജീരകശാല നേരിയ അരിയില്ലേ, ആ ഒരു അരി കൊണ്ടാണ് ഇതാക്കൽ. ഇന്നിപ്പോൾ ഞാൻ നമ്മൾ നോർമൽ ചോറ് വെക്കുന്ന അരിയില്ലേ, അതിനെ കൊണ്ടാണ് ആക്കിന്. പക്ഷേ വലിയ മാറ്റമൊന്നുമില്ല, ടേസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഞാൻ വിചാരിച്ച് പറ്റിപ്പോകുന്നെല്ലാം വിചാരിച്ചിന്, പക്ഷെ പറ്റുന്നൊന്നുമില്ല, നല്ല വൃത്തിക്ക് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഊത്തപ്പത്തിൻ്റെ മുകളിൽ ശരിക്ക് ക്യാരറ്റ് അല്ലെങ്കിൽ ഉള്ളി അങ്ങനെയെല്ലാം ഇടലുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അതൊന്നും ഇടുന്നില്ല. കാര്യം ഒന്നാമത് എന്താ പറയുക, മോനൊന്നിനും വിടുന്നില്ല കേട്ടോ. ഞാൻ വേഗം പണിയെല്ലാം തീർത്തിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ നമുക്ക് തന്നെയല്ലേ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇത്രയെല്ലാം മതി എന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ സമൂസേൻ്റെ ഫില്ലിംഗ് എല്ലാം ആക്കി അതൊന്ന് റോളാക്കി എടുത്തിന്. പിന്നെ പൊരിക്കലും എല്ലാം കഴിഞ്ഞിന് കേട്ടോ. പിന്നെ ബാങ്ക് കൊടുക്കാനായതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ എല്ലാം ചടപടയെ തീർത്തിയാണ്. അങ്ങനെ പിന്നെ ഇതാ ബാങ്കെല്ലാം കൊടുത്തിട്ട് നോമ്പ് തുറക്കലാണ്. പിന്നെ വെള്ളം ഇല്ലായിട്ട് ഒന്നും വിചാരിക്കേണ്ട. ഞാൻ ആദ്യം 2 ഗ്ലാസ് വെള്ളം കുടിച്ച് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കുന്നത്. കാര്യം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വകയെ സൈഡാവും. അതുകൊണ്ട് പിന്നെ നിസ്കാരം ഫസ്റ്റ് അവിടെ കഴിച്ച്. പിന്നെ മോൻ്റെത് കുറച്ച് അലക്കാനുണ്ടേനു. അങ്ങനെ അതും അലക്കാനിട്ടിട്ട് ഞാൻ കുറച്ച് സമയം കിടന്ന്. കാര്യം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷീണം തന്നെയാണ്. അങ്ങനെ കുറച്ച് സമയം കിടന്ന്. പിന്നെ എൻ്റെ മുന്നത്തെ ഒരു വ്ളോഗിൽ മോൻ്റെ ഡ്രസ്സ് അലക്കുന്ന സമയത്ത് ഷാമ്പു ഒഴിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിനേനു, ഡ്രസ്സിൻ്റെ ഹെയർ ഫോളെല്ലാം മാറിയോ എന്ന് ചോദിച്ചിട്ട്. അത് ഞാൻ മോൻ്റെ ഡ്രസ്സിൽ മാത്രം കുറച്ച് സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഷാമ്പു ഒഴിച്ച് കൊടുക്കുന്ന കേട്ടോ. ഈ ഷാമ്പൂൻ്റെ മണം നല്ല രസമാണ്. മക്കളുടെ ഡ്രസ്സ് ഇങ്ങനെ മക്കളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും. അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞ ഷോപ്പിംഗ് വ്ളോഗിൽ ഞാനൊരു ഹെയർ ഓയിലിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമൻറ്റ് വന്നിന് ആ ഹെയർ ഓയിൽ പറഞ്ഞുതരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഹെയർ ഓയിൽ. ട്രിച്ചുപ്പ് ഹെയർ ഓയിൽ എന്നാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത്. എനിക്ക് അറിയില്ല കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇത് തന്നെയാണോയെന്ന്. പിന്നെ ഞാനിത് യൂസാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒന്നും എനിക്ക് പറയാനറിയില്ല. പിന്നെ ആ കുട്ടി ചോദിച്ചുകൊണ്ട് മാത്രമാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളിത് വാങ്ങണ്ട. കാര്യം ഞാൻ യൂസാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇത് യൂസാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയും തന്നെയുള്ളൂ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നത്. കണ്ടിഷ്ടമായാലും എപ്പം പറയുന്ന പോലെ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.